ക്രിക്കറ്റിലേക്ക് ന്യൂസിലൻഡിനെതിരായ അവസാന പരമ്പരയിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും മികച്ച പ്രകടനങ്ങളാണ് ഇന്ത്യയെ ഭദ്രമായ നിലയിൽ എത്തിച്ചത്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാം. കൂടുതൽ വിവരങ്ങളുമായി അൻസില ചേരുന്നു. അൻസില, പരമ്പര നേടാൻ തന്നെ ആഞ്ഞു പിടിക്കുകയാണ് ഇന്ത്യ. എങ്ങനെയാണ് പോരാട്ടം? നിലവിൽ ഒരു മികച്ച സ്കോറിലേക്ക് തന്നെയാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തുടക്കത്തിൽ തന്നെ ഒരു മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത്. 212 റൺസാണ് ഇരുവരും ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ടു പേർക്കും ഇന്നത്തെ ഏകദിനത്തിൽ സെഞ്ചുറിയും സ്വന്തമാക്കാനായിട്ടുണ്ട്. ന്യൂസിലൻഡിനെതിരായി ഇന്നത്തെ ഏകദിനത്തിൽ രണ്ടുപേരും സെഞ്ചുറി സ്വന്തമാക്കിയത് മറ്റൊരു റെക്കോർഡും കൂടിയാണ്. 2009 ഹാമിൽട്ടണിൽ ഇന്ത്യയുടെ തന്നെ വീരേന്ദർ സെവാഗും ഗൗതം ഗംഭീറും ചേർന്ന് നേടിയ 201 റൺസിൻ്റെ റെക്കോർഡാണ് ശുഭ്മാൻ ഗിൽ രോഹിത് സഖ്യം ഇന്ന് തകർത്തത്. 212 റൺസിൻ്റെ പുതിയ റെക്കോർഡാണ് അവർ ഏകദിന ക്രിക്കറ്റിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 83 പന്തിലാണ് രോഹിത് സെഞ്ചുറി നേടിയെങ്കിൽ ഗില്ല് 72 പന്തിലാണ് ഇന്ന് സെഞ്ചുറി നേടിയത്. ഗില്ലിൻ്റെ ഈ കഴിഞ്ഞ 4 ഇന്നിങ്സുകളിൽ നിന്ന് മൂന്നാമത്തെ സെഞ്ചുറിയാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ. അതോടൊപ്പം തന്നെ 30 ഏകദിനങ്ങളിൽ നിന്ന് 30 സെഞ്ചുറി രോഹിത്തിനും സ്വന്തമായിട്ടുണ്ട്. ഇതോടെ റിക്കി പോണ്ടിങ്ങിൻ്റെ റെക്കോർഡിനൊപ്പം എത്താനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ സെഞ്ചുറി അടിച്ചതിന് പിന്നാലെ ഇരുവരും പുറത്തായി. 85 പന്തിൽ 9 ഫോറും 6 സിക്സും സഹിതം 101 റൺസാണ് രോഹിത് ശർമ്മ നേടിയതെങ്കിൽ 78 പന്തിൽ 13 ഫോറും 5 സിക്സും ഉൾപ്പെടെ 112 റൺസ് എടുത്തായിരുന്നു ശുഭ്മാൻ ഗില്ലിൻ്റെ മടക്കം. നിലവിൽ ഇന്ത്യ 5 വിക്കറ്റിന് 309 റൺസ് എന്ന നിലയിലാണ്. 41 ഓവർ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇന്ന് ഇൻഡോറിൽ ഒരു മികച്ച റണ്ണ് ഇന്ത്യക്ക് നേടാനാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, അൻസില.